എത്ര സമയം വൈകി? ഇതെന്താ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഇവിടുത്തെ ഒഴിഞ്ഞ മുറിയാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര നേരം ഒഴിഞ്ഞ മുറി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതല്ല, യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ സംഭവിച്ചു. ഞങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല. ഞങ്ങൾക്കിവിടെ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ആക്കാം എന്നുള്ള ഇഷ്യൂ, എങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളൂ. ഇത് എത്ര നേരം എടുത്തിട്ടാണ് ഇവിടെ വന്നത്? അപ്പം അതേസമയം പുറത്തു പറയുക ആരുമില്ല എന്ന് പറയാം. ഒഴിഞ്ഞ മുറിയാണെങ്കിൽ, ഒഴിഞ്ഞ ഒരു സ്ഥലമാണെങ്കിൽ ആളെങ്ങനെ വന്നു? ഞാനിപ്പോൾ ഒരു കുട്ടിയെ കണ്ടു, കുട്ടിയെടുത്ത് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. നമസ്കാരം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണു. ആശുപത്രിയിൽ മുൻപ് 14-ാം വാർഡായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇടിഞ്ഞു വീണത്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. അപകടത്തിൽപ്പെട്ട സ്ത്രീ മരണപ്പെട്ടു. 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് സ്ത്രീയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടം നിലവിൽ ഉപയോഗത്തിലില്ലാത്തതാണ് എന്നാണ് വിവരം. 3 നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത്. കെട്ടിടത്തിന് ഏറെ കാലത്തെ പഴക്കമുണ്ട്. ഓർത്തോപീഡിക് സർജറി വിഭാഗമാണ് നേരത്തെ ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ശുചിമുറിയും ഈ കെട്ടിടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. പരിക്കേറ്റ 3 പേരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് വിവരം. വലിയ ശബ്ദത്തോടു കൂടി കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പരിശോധന തുടരുകയാണ്. അപകട വിവരമറിഞ്ഞ് മന്ത്രി VN വാസവൻ സ്ഥലത്തെത്തി. കെട്ടിടം ഉപയോഗത്തിലുള്ളതല്ല എന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. വാർഡ് അപ്പുറത്താണ്. സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കെട്ടിടമാണ്. പുതിയ കെട്ടിടം പണിതു കഴിഞ്ഞു. കൂട്ടിരിപ്പുകാർ പഴയ കെട്ടിടത്തിന്റെ ഭാഗത്ത് എത്തിയത് കൊണ്ടാണ് 2 പേർക്ക് പരിക്കേറ്റത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജും സ്ഥലത്തെത്തി. അടച്ചിട്ടിരുന്ന കെട്ടിടത്തിന്റെ ഭാഗമാണ് ഇത് എന്ന് സ്ഥലത്തെത്തിയ വീണ ജോർജും പറഞ്ഞു. എന്താണ് എന്ന് നോക്കിയിട്ട് പറയാമെന്നും അവർ വ്യക്തമാക്കി. പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നും ഷിഫ്റ്റിംഗിനായുള്ള നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. എന്താണ് അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കെട്ടിടത്തിൽ പഴയ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ആശുപത്രി സാധനങ്ങൾ കാണാം. കെട്ടിടം അടച്ചിട്ടിരുന്നുവെങ്കിലും എങ്ങനെ ആളുകൾ അവിടെ എത്തി എന്നതിൽ വ്യക്തതയില്ല. 3 നില കെട്ടിടത്തിന്റെ താഴത്തെ 2 നിലകളും ഉപയോഗിക്കുന്നില്ല എന്നും മുകളിലെ നിലയിൽ മാത്രമാണ് വാർഡ് ഉള്ളത് എന്നുമാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ പ്രതികരിച്ചത്. ഇവിടെയുണ്ടായിരുന്ന 100-ലധികം രോഗികളെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ വൻ ദുരന്തമാണ് ഒഴിവായത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ അവലോകന യോഗം കോട്ടയത്ത് വെച്ച് നടക്കുന്നതിനിടയിലാണ് മെഡിക്കൽ കോളേജിലെ ഈ അപകടം. വലിയ ശബ്ദത്തോടു കൂടിയാണ് കെട്ടിടം ഇടിഞ്ഞു വീണത് എന്ന് സമീപത്തെ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരു കുഞ്ഞിനെ ഒരു പയ്യൻ സാഹസികമായി രക്ഷിച്ചു. 2 പേരുണ്ടായിരുന്നു. വലിയ ശബ്ദമാണ് കേട്ടത്. ആ കെട്ടിടത്തിലെ ശൗചാലയം ഉപയോഗിച്ചു വരുന്നതാണ്. ആ ഭാഗമാണ് വീണത്. വലിയ ശബ്ദം കേട്ടിട്ടാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത് എന്ന് കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച യുവാവും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശബ്ദം കേട്ടാണ് ഓടിയെത്തിയത്. ഒരു കുട്ടി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന് കരയുന്നത് കണ്ടു. അതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു കുഞ്ഞ്. ആ കുട്ടിയെ രക്ഷിച്ചു. ശൗചാലയം മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. വേറെ ആളില്ല എന്നാണ് തോന്നുന്നത്. ഇത് പഴയ കെട്ടിടമാണ്. കുട്ടിക്ക് കാര്യമായ പരിക്കില്ല. ദേഹത്ത് മുറിവുകളുണ്ട്. കെട്ടിടാവശിഷ്ടം വീണ് പരിക്കേറ്റതാണ്. കെട്ടിടത്തിലെ ശൗചാലയത്തിന്റെ ഭാഗമാണ് വീണത്. കുട്ടിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി. ബന്ധുവിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയ സമയത്താണ് യുവാവ് അപകടത്തിന് ദൃക്സാക്ഷിയായത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് മെഡിക്കൽ കോളേജിലെ 14-ാം വാർഡ് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീണത്. മന്ത്രി വീണ ജോർജും VN വാസവനും മെഡിക്കൽ കോളേജിൽ ഇപ്പോഴുമുണ്ട്. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെയും സ്ഥലത്തുണ്ട്. അഗ്നിരക്ഷാസേനയും പോലീസും പരിശോധന നടത്തിവരുന്നു. 10-ാം വാർഡിനോട് ചേർന്നുള്ള 3 നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണത് എന്ന് ആശുപത്രി സൂപ്രണ്ട് TK ജയകുമാർ അറിയിച്ചു. താഴത്തെ 2 ശുചിമുറികളും പൂർണ്ണമായും തന്നെ ഉപയോഗിച്ചിരുന്നില്ല. 11, 14, 10 വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായതാണ്. പുതിയ കെട്ടിടത്തിലേക്ക് മാറാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി വീണ അറിയിച്ചു. മന്ത്രി VN വാസവനും സ്ഥിതിഗതികൾ വിലയിരുത്തി വരുന്നു. എത്ര സമയം വൈകി? ഇതെന്താ നടക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഇവിടുത്തെ ഒഴിഞ്ഞ മുറിയാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര നേരം ഒഴിഞ്ഞ മുറി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ഹോസ്പിറ്റലാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതല്ല, യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ
സംഭവിച്ചു. ഞങ്ങൾക്കിവിടെ ഒരു കാര്യമില്ല. ഞങ്ങൾക്കിവിടെ ഈ പ്രശ്നം എങ്ങനെ സോൾവ് ആക്കാം എന്നുള്ള ഇഷ്യൂ, എങ്ങനെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാം എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ആളെ പുറത്തെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. സ്ഥിതി എന്താണെന്നോ ഇപ്പൊ ഞാൻ അവരെ എടുക്കുന്നത് കണ്ടേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ കയ്യിലും ആ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരാളെ കാണാനില്ല എന്ന് ഒരാളുടെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അടിയന്തരം എന്ന് പറയാൻ പറ്റുമോ? ഇത് എത്ര നേരം എടുത്തിട്ടാണ് ഇവിടെ വന്നത്? അപ്പം അതേസമയം പുറത്തു പറയുക ആരുമില്ല എന്ന് പറയാം. ഒഴിഞ്ഞ മുറിയാണെങ്കിൽ, ഒഴിഞ്ഞ ഒരു സ്ഥലമാണെങ്കിൽ ആളെങ്ങനെ വന്നു? ഞാനിപ്പോൾ ഒരു കുട്ടിയെ കണ്ടു, കുട്ടിയെ അടുത്ത് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ്. ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം